വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ ദം ബിരിയാണി നിങ്ങൾക്കും വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വളരെ കുറച്ച് ചേരുവ മതി ഈ സിമ്പിളായിട്ടുള്ള ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. ഒത്തിരി സ്പൈസി അല്ലാത്തതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ളതുമാണ് ഈ ബിരിയാണി. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ എളുപ്പമാണ്. ക്രിസ്മസിനും ഈസ്റ്ററിനും വിശേഷ ദിവസങ്ങളിലും വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ബിരിയാണിക്ക് വേണ്ട സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1/3 കപ്പ് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ സ്ലൈസ് ചെയ്ത സവാള 400 ഗ്രാം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നല്ലതുപോലെ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്യുക. ബ്രൗൺ നിറമായി കഴിയുമ്പോൾ ഇതെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ സവാള ഫ്രൈ ആയത് ഞാൻ എണ്ണയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത ചേരുവകളൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 50 ഗ്രാം ചെറുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ 25 ഗ്രാം വീതം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയുമാണ് ചേർക്കേണ്ടത്. കുറച്ച് വീതം മല്ലിയിലയും പുതിന കുറച്ച് മതി. ഇതിലേക്ക് ചേർത്തിട്ട് മൂടി വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി സവാള ഫ്രൈ ചെയ്ത എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അത് എടുക്കണം. അതിലേക്ക് ബാക്കി വേണ്ട വെളിച്ചെണ്ണയും കൂടി ചേർക്കുക. വെളിച്ചെണ്ണയോ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെണ്ണയാണോ അത് ഉപയോഗിക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ഗീയും കൂടി ചേർത്തിട്ട് ഈ ചതച്ചെടുത്ത മസാല ഇതിൽ ചേർത്ത് മീഡിയം ഹീറ്റിൽ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, മല്ലിയില, പുതിനയില എല്ലാം കൂടി നന്നായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. പിന്നെ ഇത് പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം പൊടിച്ച മസാലയാണ്. അത് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ മസാലപ്പൊടി മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. ഇനി വലുതായി കട്ട് ചെയ്ത തക്കാളി ചേർക്കാം. ഈ ഗ്രേവിക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിക്കൊടുത്ത് തക്കാളി സോഫ്റ്റായി കഴിയുമ്പോൾ 1/2 കപ്പ് ഉടച്ച തൈര് ചേർത്ത് കൊടുക്കാം. മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. ഇപ്പോൾ മസാലയ്ക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ചരുവത്തിലേക്ക് ഈ മസാല മാറ്റാം. മസാല തയ്യാറാക്കിയ പാനിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് ചുറ്റിച്ചതിലേക്ക് ചേർക്കുക. ഈ അരപ്പ് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസസ് കുറച്ച് വലുതാക്കിയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായ വെള്ളം നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ചൂടാക്കാം. അപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് വെള്ളം കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുടെ പകുതി ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് ചേർക്കാം. നല്ല ചൂടുവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ഞാൻ ആ പാനിൽ ചൂടാക്കി എടുത്തിട്ടാണ് ഒഴിച്ചത്. ഇനി മൂടി വെച്ച് ഒരു 30-35 മിനിറ്റ് നമുക്കിത് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ദം ചെയ്യാനുള്ള ചോറ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിതിലേക്ക് വെളിച്ചെണ്ണയും ഗീയും രണ്ടും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യമായത് ചേർക്കുക. ആദ്യം ഒരു ബേ ലീഫ് ചേർത്ത് ചൂടാക്കുക. അതിനുശേഷം പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം, കുരുമുളക് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ചൂടാക്കാം. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. നല്ല ചെറിയ അരിയായിരിക്കും അത് ഞാനിപ്പോൾ 4 കപ്പാണ് ഇതിലേക്ക് ചേർത്തത് കേട്ടോ. ഇനി മീഡിയം ഹീറ്റിൽ 8 മുതൽ 10-12 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ അരിയൊക്കെ നല്ലതുപോലെ പൊട്ടാൻ തുടങ്ങും. ഈ സമയത്ത് നമുക്കിതിലേക്ക് തിളച്ച ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 6.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത് കേട്ടോ. ശരിയായിട്ട് ചേർക്കുകയാണെങ്കിൽ 8 കപ്പ് വെള്ളം ചേർക്കാം. പക്ഷെ ഞാൻ ഒത്തിരി കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 6.5 കപ്പ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഇനി 8 തൊട്ട് 10 മിനിറ്റ് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ദമ്മിടാനുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്.
ചിക്കൻ മസാലയും റെഡിയായിരിക്കുകയാണ്. ചിക്കനൊക്കെ നല്ലതുപോലെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പകരമായിട്ട് നിങ്ങൾക്ക് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിലേക്ക് ചേർത്താലും മതി. ഇനി അടുത്ത പരിപാടി ദമ്മിടലാണ്. അപ്പോൾ റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കട്ടയൊക്കെ ഉടച്ചതിന് ശേഷം ഇതിലെ ബേ ലീഫൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ്റെ ഗ്രേവി കുറേശ്ശെ എടുത്ത് ഇതിലേക്ക് ചേർക്കാം. ഏകദേശം 1 കപ്പോളം ചിക്കൻ്റെ ഗ്രേവി ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം റൈസുമായിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ബേക്ക് ചെയ്തതിന് ശേഷം അവസാനം ഗീ ചേർത്ത് മിക്സ് ചെയ്താലും മതിയാകും. ഇനി നടുവിലൊരു കുഴിവ് പോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഗരം മസാലപ്പൊടി കുറേശ്ശെ തൂവി കൊടുക്കാം. അല്പം മസാലപ്പൊടി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസും മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലെ ഗ്രേവിയൊക്കെ ഇതിൻ്റെ മീതയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സൈഡിൽ നിന്ന് റൈസൊക്കെ എടുത്തൊന്ന് കവർ ചെയ്യാം. ചിക്കൻ മസാല ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ബാക്കി വെച്ചിരുന്ന ഗരം മസാല പൊടി തൂക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മീതയിലേക്ക് ഫ്രൈ ചെയ്ത് ബാക്കി വെച്ച സവാള തൂവി കൊടുക്കാം. ഇതിലേക്ക് മല്ലിയിലയും പുതിനയൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. പുതിനയില കുറച്ച് ചേർത്താൽ മതി. മല്ലിയിലയാണ് കൂടുതൽ ചേർക്കേണ്ടത്. ഫ്രൈ ചെയ്ത കിസ്മസും കശുവണ്ടിയൊക്കെ ഇതിൻ്റെ മീതയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി മൂടി വെച്ച് അതിൻ്റെ ഹോളിലൊരു കറയാമ്പ് വെച്ച് അടക്കാം. ഞാനിവിടെ ഒരു ദോശക്കല്ല് ചൂടാക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ഈ ബിരിയാണി പോട്ട് വെച്ചിട്ട് 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കാം. 30 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇത് ചൂടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് തുറന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് നെയ്യൊക്കെ തൂവിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ജീരകശാല അരിക്ക് ഒരു പ്രത്യേക മണവും രുചിയുമാണ്. പാകത്തിന് വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണിക്ക്. ഇതിപ്പോൾ നല്ല പാകത്തിനാണ് വെന്തിരിക്കുന്നത്. ഇതേ അളവിൽ വെള്ളമൊക്കെ ഒഴിച്ചാൽ കറക്റ്റായിട്ട് നല്ല വെന്ത് പോകാത്ത ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കണ്ടില്ലേ, ചോറൊക്കെ ഓരോന്നും നമുക്ക് അടർത്തിയെടുക്കാം. അതേ പാകത്തിലാണ് ചോറിരിക്കുന്നത്. കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ചിക്കൻ ഫ്രൈ ചെയ്യാതെ എടുത്തത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തിട്ടും ഇതുപോലെ ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ ദം ബിരിയാണി ഞാനിവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. സാലഡിൻ്റെ കൂടെയും പപ്പടം, അച്ചാർ, ഈന്തപ്പഴം അച്ചാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ ബിരിയാണി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. താങ്ക് യു.